ഹായ് ദിസ് ഇസ് സേറ. ഇത് ക്രിയേറ്റീവ് അക്കാഡമിയുടെ സൽക്കാര എന്ന പ്രോഗ്രാമിൻ്റെ 3rd എപ്പിസോഡാണ്. സോ ക്രിയേറ്റീവ് അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വെളിയത്ത് ഗാർഡൻസിലാണ്. വെളിയത്ത് ഗാർഡൻസ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഫെമിലിയർ ആയിട്ടുള്ള ശ്രീകുമാർ ചേട്ടൻ്റെ സ്വന്തം ഗാർഡൻസ് ആണ്. സോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാറിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കാം. ഹായ്, ഹലോ സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. നമ്മൾ വെളിയത്ത് ഗാർഡൻസ് കാണാനും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനും വേണ്ടി വന്നതാണ്. ഇപ്പം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടല്ലോ വെളിയത്ത് ഗാർഡൻസ്. അതെ. സോ ഈ ഒരു അവസരത്തിൽ സാറിന് എന്താണ് നമ്മുടെ അടുത്ത് പറയാനുള്ളത്? വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡ് മുഴുവനും ഇപ്പോൾ വെളിയത്ത് ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും. അതെ, ഫ്രൂട്ട്സ് ലവേഴ്സിൻ്റെ ഇടയിൽ. സർ, ഒബ്വിയസ്ലി എന്തായാലും കുറേ ഫെയിലിയേഴ്സ് ആണെങ്കിലും സ്ട്രഗിൾസ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെന്തായിരുന്നു? സൽക്കാരം. സൽക്കാരം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പഴം കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശരി. അപ്പോൾ നമുക്ക് ആദ്യം ചോദിച്ച ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ചലഞ്ചസ് മെയിനായിട്ടുള്ളത് ഇത്രയേറെ വെറൈറ്റികൾ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഫ്രൂട്ട്സ് തൈകൾ തന്നെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. പിന്നീട് ഇതൊരു ബിസിനസ്സായി മാറിയതിന് ശേഷം മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്നുള്ളൊരു വലിയൊരു ഘടകം തന്നെയാണ്. കാരണം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ സാർ ഇതിനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ എന്ത് മെത്തേഡായിരിക്കും ചൂസ് ചെയ്തത്? മെയിൻലി ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിയേറ്റീവ് അക്കാദമി ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? എനിക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നേരത്തെ മുതലേ തന്നെ നല്ലൊരു നോളജ് ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് പല പല കാര്യങ്ങളും അതിൽ ഗ്രഹിക്കാൻ പറ്റിയില്ല. പലതിലും എപ്പോഴും ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പല യൂട്യൂബുകളിലൂടെയും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പല അക്കാദമികളെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ പലരിൽ നിന്നും ക്രിയേറ്റീവ് അക്കാദമിയെക്കുറിച്ച് നല്ലൊരു ഇതാണ് കേട്ടത്. നമ്മുടെ ക്രിയേറ്റീവ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ഒക്കെ എന്തെങ്കിലും റികളക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും? ക്രിയേറ്റീവ് അക്കാദമിയിൽ നിന്നാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള എക്സാക്റ്റ് നോളേജ് ലഭിച്ചത്. അത് എൻ്റെ ബിസിനസ്സിനെ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ പലരും ഈ പല ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് പലരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് കേൾക്കുന്നുണ്ട്. അവർ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അവർ തന്നെ ചെയ്യുമായിരിക്കും ഏറ്റവും ഉപകാരപ്പെടുന്നത്. കാരണം ഓരോ മാർക്കറ്റിംഗ് മെത്തേഡ് ചെയ്യുമ്പോഴും എനിക്കറിയാം ഏത് രീതിയിലേക്ക് ചെയ്താൽ എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കൈ എത്തിക്കാം എന്നുള്ളത്. സാർ, അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് അക്കാദമിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഓരോരോ തിയററ്റിക്കൽ മാത്രമല്ല, എല്ലാം പ്രാക്ടിക്കലായി നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതെല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസിലാണ്. നമ്മുടെ ക്രിയേറ്റീവ് അക്കാദമിയിലോട്ട് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് ഈ ഒരു സക്സസ്ഫുള്ളായി നിൽക്കുന്ന ടൈമിൽ സാറിന് എന്താണ് പറയുന്നത്? അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വളരെയേറെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ്. എല്ലാ മേഖലകളിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കട്ടെ. ക്രിയേറ്റീവ് അക്കാദമിക്കും നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. ക്രിയേറ്റീവ് അക്കാഡമിയിൽ നിന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയ ശ്രീകുമാർ സാറിനെ പോലെയുള്ള 100 കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ക്രിയേറ്റീവ് അക്കാഡമിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇത് വെറും പരസ്യ വാക്കുകളല്ല, റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്.